രാജ്യത്തെയും സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഗതി തീരുമാനിക്കുന്ന അവിടുത്തെ സൊസൈറ്റിയാണ്. അവിടുത്തെ ഭരണകൂടങ്ങളാണ്, അവിടുത്തെ ജനങ്ങളാണ്, ബേസിക്കലി സൊസൈറ്റി. ഇത് പരസ്പരം പൂരകങ്ങളാണെന്നതാണ്. ഇത് അങ്ങോട്ട് കൊടുക്കുന്നു, അത് തിരിച്ചിങ്ങോട്ട്. ആ ഒരു പൂരകത്വം ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടും മുന്നോട്ട് പോകും. സൊസൈറ്റിയും മുന്നോട്ട് പോകുന്നു, സയൻസും ശാസ്ത്രവും. നമുക്ക് ഒരുപാട് നല്ല വിജയം സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് റിസർച്ചിലേക്ക് പോകുമ്പോൾ വളരെ കുറവാണ്. ഒരു ആവറേജ് റിസർച്ചാണ് നമ്മൾ കേരളത്തിൽ ചെയ്യുന്നത്. അത് ഇന്നോവേഷനിലേക്ക് പോകുമ്പോൾ ഓൾമോസ്റ്റ് ക്ലോസ് ടു 0 ആണ്, 0-ന്റെ അടുത്താണ്. അത് പ്രൊഡക്റ്റായി സിസ്റ്റത്തിലേക്ക് വരുന്നത് തീരെയില്ല, നല്ല കുറച്ചുണ്ട്. ആ ഒരു സിറ്റുവേഷൻ മാറാൻ വേണ്ടി എന്താണ് വേണ്ടത്, ഇതിന് എന്താണ് റീസൺ എന്നുള്ളതാണ് ഞാനിപ്പോൾ അനലൈസ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ എന്താണ് റീസൺ? പല റീസൺസാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ എക്സാമിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ എഡ്യൂക്കേഷൻസാണ്. സ്കൂൾ എഡ്യൂക്കേഷൻ മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ എക്സാം ഉണ്ടാക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതായി മാറി എന്നുള്ളതാണ് ഒരു വസ്തുത. കുട്ടികൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്തില്ല, പക്ഷേ പഠിപ്പിച്ച പ്രോബ്ലംസ് മാത്രം. റിസർച്ചിന് അതല്ല വേണ്ടത്, സയൻസിന് അതല്ല വേണ്ടത്. സയൻസിന് നമ്മൾ പഠിച്ച കഴിവ് വെച്ചിട്ട് നമുക്ക് അറിയാതെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് സയൻസ്. അങ്ങനെയാണ് സയൻസ് മുന്നോട്ട് പോകുന്നത്. നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്ക് എന്തുമാത്രം അറിയാം, പുസ്തകത്തിൽ എന്താണോ പഠിപ്പിച്ചിരിക്കുന്നത് അത് മാത്രം നല്ല മാർക്കോടുകൂടി അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു ഫെയിലിയറാണ്, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ്. ഫെയിലിയർ, തോൽവി നമുക്ക് ആർക്കും ആക്സെപ്റ്റബിൾ അല്ല. കുട്ടികൾക്കല്ല, പാരൻസിനല്ല, ടീച്ചേഴ്സിനല്ല, സിസ്റ്റത്തിനല്ല. ഇത് രണ്ടാമത്തെ പ്രശ്നമാണ്. തോൽവി ഈസ് പാർട്ട് ഓഫ് ലൈഫ്. നമുക്ക് എല്ലാത്തിനും സക്സസ് മാത്രം ഉണ്ടായാലും ഇവിടുന്ന് നമ്മൾ പഠിക്കും. തോൽവി നമ്മുടെ സിസ്റ്റത്തിൽ, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ആക്സെപ്റ്റബിൾ അല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾക്ക് 97.7% അല്ലെങ്കിൽ 97.9% വിജയം വരുന്നത്. നമ്മുടെ സിസ്റ്റത്തിന് തോൽവി പേടിയതല്ല, നമ്മുടെ സിസ്റ്റം അതെല്ലാം കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ റിസർച്ചിൽ തീരെ എക്സ്പോസ് ചെയ്യുന്നില്ല സ്റ്റുഡൻസ്. ഈവൺ അറ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ലെവലിലും റിസർച്ച് ഇല്ല നമ്മുടെ സിസ്റ്റത്തിൽ, വളരെ കുറവാണ്. MSc പ്രോജക്റ്റ് വരെ പല യൂണിവേഴ്സിറ്റികളിലും MSc പ്രോജക്റ്റ് ഉണ്ട്, എക്സെപ്റ്റ് കുസാറ്റ്. കുസാറ്റിന് 6 മാസം MSc പ്രോജക്റ്റ് ഉണ്ട്. അതൊരു നല്ല ഡ്യൂറേഷനാണ്. മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളിലും MSc പ്രോജക്റ്റ് ഫോർ നെയിം സേക്ക് 2 മാസം കഷ്ടിയാണ് കുട്ടികൾക്ക് കിട്ടുന്നത്. MSc പ്രോജക്റ്റ് എവിടെയും പോയിട്ട് ജസ്റ്റ് പോയി എന്തെങ്കിലും എഴുതിയിട്ട്, അത് റിസർച്ചല്ല. റിസർച്ചിന് ഒരു ചുരുങ്ങിയത് 6 മാസമെങ്കിലും വേണം. അത് ഈവൺ MSc ലെവലിൽ പോലും നമ്മൾ പ്രോപ്പറായിട്ട് ഒരു റിസർച്ച് എക്സ്പോഷർ കൊടുക്കുന്നില്ല എന്നുള്ളതൊരു ഫെയിലിയറാണ്, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ്. യൂണിവേഴ്സിറ്റീസ്, എല്ലാ യൂണിവേഴ്സിറ്റീസും കൂടുതൽ ഇപ്പോൾ ഡിഗ്രി അവാർഡിങ് സിസ്റ്റം മാത്രം. ഒരു ഡിഗ്രി അവാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. ഇതുപോലെ നമ്മുടെ യൂണിവേഴ്സിറ്റികളൊക്കെ റിസർച്ച് യൂണിവേഴ്സിറ്റികൾ, നമ്മുടെ കോളേജുകളൊക്കെ റിസർച്ച് യൂണിവേഴ്സിറ്റികളാവുന്നതാണ്. ഓരോ കോളേജും റിസർച്ച് സെന്റേഴ്സാണ്. എങ്കിൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ, കേരളത്തിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. ഇത് വിമൻസ് കോളേജിൻ്റെ ആ ഒരു നിലയിലെത്തിയിട്ടില്ല. അതൊരു വലിയ പൈസ മുടക്കുള്ള പരിപാടിയാണ്. അതിന് സൊല്യൂഷൻസ് ഞാൻ പറയുന്നതായിരിക്കും, എന്താണ് വേണ്ടതെന്ന്. ഇനി എന്താണ് റീസൺസ് നോക്കാം. ഒന്നാമത് ഫാക്കൽറ്റി. നമ്മുടെ കോളേജിലുള്ള അധ്യാപകരുടെ ഗുണനിലവാരം നോക്കേണ്ടതുണ്ട്. ചില ആൾക്കാർക്ക് ഡോക്ടർ എന്നുള്ളൊരു പ്രൊഫിക്സ് മാത്രമാണ്. ഒന്നുകിൽ കുറച്ച് ഇൻക്രിമെൻ്റ് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഓണറി. ഡോക്ടർ എന്നുള്ളൊരു പ്രിഫിക്സ് മാത്രമാണ് ഡോക്ടറേറ്റ്. പല കോളേജുകളിലും റിസർച്ച് നടക്കുന്നില്ല എന്നതാണ്. വളരെ അപൂർവം കോളേജുകൾ മാത്രമേ റിസർച്ച് നടക്കുന്നുള്ളൂ.
ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്നത് ജസ്റ്റിസ് ദിനേശൻ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒരു ടേബിളാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലുള്ള കൂടുതൽ കോളേജുകളും ഗവൺമെൻറ് കോളേജ് വളരെ കുറച്ചേ ഉള്ളൂ. അതിൻ്റെ ഇരട്ടിയാണ് എയ്ഡഡ് കോളേജുകൾ. അതിൻ്റെ ഇരട്ടിയാണ് അൺഎയ്ഡഡ് കോളേജസ്. ഈ എയ്ഡഡ് കോളേജുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത് മാനേജ്മെന്റാണ്. പൈസ സാലറി കൊടുക്കുന്നത് ഗവൺമെന്റ്. ഈ റിക്രൂട്ട്മെന്റിൽ യാതൊരു ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യില്ല. ഞാൻ പല റിക്രൂട്ട്മെന്റിലും പോയിട്ടുണ്ട്. അവിടെ ഗവൺമെന്റിന്റെ ഒരു നോമിനി ഉണ്ടാവും, യൂണിവേഴ്സിറ്റിയുടെ ഒരു നോമിനി ഉണ്ടാവും. ജസ്റ്റ് ഫോർ നെയിം സേക്ക് അവരുടെ സിഗ്നേച്ചറിന് മാത്രം. ഒരു ക്വാളിറ്റി ഇൻഷുറൻസും ഇത് നടക്കാറില്ല എന്നുള്ളതാണ്. ഇവരാണ് മെജോറിറ്റി നമ്മുടെ കോളേജുകളിൽ പഠിക്കുന്നത്, നമ്മുടെ കോളേജുകളിൽ പഠിക്കുന്നത്. പിന്നെ അൺഎയ്ഡഡ് ഓഫ്കോഴ്സ് ഗവൺമെന്റ് സഹായിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെയും ക്വാളിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. ഇത് വൺ ഓഫ് ദ റീസൺസ് ആണ്. നമ്മൾ കേരളത്തിന്റെ 3.5 കോടി ജനങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ മെജോറിറ്റിയും ഇങ്ങനെയുള്ള റിക്രൂട്ട്മെന്റ് ആണ് നമ്മുടെ കോളേജിൽ നയിക്കുന്നതെങ്കിൽ അത് പ്രശ്നമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ ഏകദേശം BSc കോഴ്സുകൾക്ക് 60% സീറ്റ് വേക്കൻ്റ്. കഴിഞ്ഞ 9 വർഷം 60% ആളില്ല. BSc ആളില്ല. ഞാനൊക്കെ BSc പഠിക്കുമ്പോൾ പൈസ കൊടുത്തു. ഞാനൊരു എയ്ഡഡ് കോളേജിലാണ് പഠിച്ചത്, പയ്യന്നൂർ കോളേജ്. അവിടെ പൈസ കൊടുത്തിട്ട് അന്ന് 40,000 അങ്ങനെയായിരുന്നു ഒരു BSc സീറ്റിന്. അന്നത്തെ ചെറിയ പൈസയാണ്, പിടിവലിയായി. ഇന്ന് ഫ്രീ ആയി കൊടുത്താലും BSc കോഴ്സുകൾക്ക് BSc കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് എല്ലാവരും ആൾക്കാരില്ല എന്നതാണ് കേരളത്തിൽ. ഇത് വലിയൊരു കൺസേൺ ആണ്. എനിക്കറിയില്ല എത്ര ആൾക്കാർ സീരിയസ് ആയി എടുത്തിട്ടുണ്ട്. സീരിയസ് ആയി എടുത്തിട്ടില്ലെങ്കിൽ ഇതാണ് നമ്മുടെ ബേസ് സ്റ്റോൺ, നമ്മുടെ തറക്കല്ല് എന്നുള്ളത് നമ്മുടെ സ്റ്റുഡൻസ് സയൻസിലേക്ക് വരുന്നില്ലെങ്കിൽ പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ്. ഇത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ നമ്മൾ മറ്റെന്ത് ചെയ്താലും, ഇവിടെ ഒരുപാട് വിമൻസ് കോളേജുകളിൽ ഫെസിലിറ്റി ഉണ്ടാക്കിയാലും നമുക്ക് ഡ്രൈവേഴ്സ് ഇല്ലെങ്കിൽ ഇത് ഡ്രൈവ് ചെയ്യാൻ ആളുണ്ടാവില്ല. ഇതൊരു പ്രശ്നമാണ്. ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയേ പറ്റും. ഇതിന്റെ റീസൺ എന്താണെന്ന് സംസാരിക്കും. ഇത് സയൻസിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ +2 റിസൾട്ടിന്റെ ഇതാണ്. ഏകദേശം 1,60,000 ആൾക്കാർ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ആയിരുന്നു, പാസ്സായത്. അതിൽ ഏകദേശം 32,000 സംതിങ് ആൾക്കാർ ഫുൾ A+ ആയിരുന്നു. അത് ഏകദേശം 17% ആൾക്കാരാണ്. ഇത്രയും ആൾക്കാർ പോലും ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ടില്ല. ഈ ഫുൾ A+ കിട്ടി അത്രയും നമ്പർ വരെ കേരളത്തിൽ ജോയിൻ ചെയ്തിട്ടില്ല ഹയർ കോഴ്സിൽ. ഇവിടെയാണ് നമ്മുടെ സ്റ്റുഡൻസ്. ഇത് ഓരോ യൂണിവേഴ്സിറ്റികൾക്കും RTI വെച്ചിട്ടെടുത്ത ഡാറ്റ ഓരോ വർഷങ്ങളിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി മാത്രം RTIക്ക് ആൻസർ തന്നിട്ടില്ല. പക്ഷെ അതിന് കിട്ടി. ഈ ബ്രാക്കറ്റിൽ കാണിക്കുന്ന റെഡ് നമ്പർ അത്രയും പെർസെൻറ്റേജ് ആ വർഷം ജോയിൻ ചെയ്തിട്ടില്ല വേക്കൻറ്റ് സീറ്റുകളാണ്. ഏകദേശം 50,000-അടുത്ത് ഫ്രീ സീറ്റുകൾ, അതായത് വേക്കൻറ്റ് സീറ്റുകളാണ് ഇപ്പോഴും BSc കോഴ്സുകൾ. നമ്മൾ സയൻസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഒരു പ്രശ്നം അഡ്രസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് സംസാരിച്ചിട്ടും കാര്യമില്ല. സുരേഷിനല്ല മറ്റാരും വന്ന് എവിടെ സംസാരിച്ചാൽ ഇതൊന്നും മാറാന്നുള്ളൂ. ഇത് നമ്മൾ അഡ്രസ് ചെയ്യും. ഇതാണ് നമ്മുടെ ബേസ് ടോക്ക് അല്ലെങ്കിൽ ബെഡ് ടോക്ക്. ഇത് പല ന്യൂസ് പേപ്പറിലും, എല്ലാ ന്യൂസ് പേപ്പറുകളിലും വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 2-3 ഞാൻ കാണിക്കുന്നത് കേരളത്തിലുള്ള കുട്ടികൾ എവിടത്തേക്ക് പോകുന്നുള്ളതിന് അനലൈസ് ചെയ്തതാണ് കുറേ വർഷങ്ങളായിട്ട്. ഇന്ത്യൻ എക്സ്പ്രസ്, എല്ലാ ജേർണലിസ്റ്റും, എല്ലാ ന്യൂസ് പേപ്പറിലും വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ പോകുന്നത് ബെറ്റർ അക്കാഡമിക് എൻവയോൺമെന്റ് ഔട്ട്സൈഡ് കേരള ആണ് റീസൺ. അതായത് കേരളത്തിന് പുറത്ത് കേരളത്തിൽ കാണുന്ന നല്ല എഡ്യൂക്കേഷൻ ആണെന്ന് ഉള്ള റീസൺ ആണ് വൺ ഓഫ് ദ റീസൺ. കുറേ കുട്ടികൾ പുറത്തു പോകുന്നുണ്ട്, അതായത് ഔട്ട്സൈഡ് ഇന്ത്യ പോകുന്നു. ഇപ്പോഴും ലോകത്തെല്ലാ സ്ഥലത്തും കുട്ടികൾ ആവശ്യമുണ്ട്, അതായത് റിസർച്ചിന് ആവശ്യമുണ്ട്. അതിപ്പോൾ BSc മുതൽ തന്നെ കുട്ടികൾ ഇവിടുന്ന് റാഞ്ചി കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാകുമ്പോൾ അവിടെ ജോലി സാധ്യതയുണ്ട്. അവിടെയൊക്കെ പഠിക്കുമ്പോൾ തന്നെ ജോലി ചെയ്യാം, പാർട്ട് ടൈം ജോലി ചെയ്യാം, അങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഉണ്ട്.
അപ്പോൾ അതുകൊണ്ട് കുറേ കുട്ടികൾ ഇങ്ങനെയുള്ള ഓസ്ട്രേലിയ, കാനഡ, UK ഇങ്ങനെയുള്ള കൺട്രീസിലുണ്ട്. അത് വളരെ മിനിമലാണ്, ചെറിയൊരു ശതമാനം. പക്ഷെ കൂടുതൽ കുട്ടികളും നമ്മുടെ അയൽ സംസ്ഥാനത്തേക്ക് വന്നുകൊണ്ടാണ് ആ റൈറ്റ് സൈഡ് കഴിഞ്ഞ വർഷം നമ്മളിവിടെ 60% സീറ്റ് വേക്കൻ്റ് ആയപ്പോൾ തമിഴ്നാട് 20% സീറ്റ് കൂട്ടി സയൻസിൽ. അവർക്ക് ആൾക്കാരെ ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല, അത്രയും സീറ്റില്ല. അവർ 20% സീറ്റ് കൂട്ടിയിരിക്കുന്നു. അവർ 100-120% പോയപ്പോഴും നമ്മൾ 100-40% എന്താണ് സംഭവിച്ചത്? ഉടനെ ജനസംഖ്യ, ആ ഒരു ജനസംഖ്യ കൂടിയിട്ട് അവിടെ കൂടുതൽ ആൾക്കാർ സയൻസിലേക്ക് വന്നാണോ? അല്ല, കേരളത്തിൽ നിന്നുള്ള കുട്ടികളാണ് തമിഴ്നാട്ടിലേക്ക് വരുന്നത്. തമിഴ്നാട്ടിലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ പോകുന്നു, ഇവിടെ കുറയുന്നു. കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ മാത്രമല്ല പോകുന്നത്, കർണാടകയിലേക്ക് പോകുന്നു, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുറച്ച്. ഈ 2 സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ ഒരുപാട് കുട്ടികൾ, ബാംഗ്ലൂരിൽ ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, ചെന്നൈയിലുണ്ട്. അതുകൊണ്ട് അവർ സീറ്റ് കൂട്ടി നമ്മുടെ സീറ്റ് കുറഞ്ഞു വന്നു. മാറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്പർ 1 ആണെന്നൊക്കെ പറഞ്ഞാലും നമ്പർ 1 ആയി നിൽക്കണമെങ്കിൽ ഇത് മാറ്റണം. നമ്മൾ ഏതാണ് നല്ലത്, നെല്ലും പതിരും തിരിച്ചറിയുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ ആയിരിക്കണം, ടെസ്റ്റിംഗ് ആയിരിക്കണം. വാട്ട് ക്യാൻ ബി ഡൺ? എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഇനി ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് ഞാൻ കണ്ട മേജർ പ്രശ്നങ്ങൾ. ഇനി എനിക്കുള്ള സജഷൻസാണ്. എൻ്റെ സജഷൻസ് നിങ്ങൾ എടുക്കണമെന്നോ ഒന്നുമില്ല. പക്ഷെ എനിക്ക് ആസ് എ കേരള എപ്പോഴും ഷൈൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒന്നാമത് നമ്മുടെ ഇൻടേക്ക്, കോളേജിലുള്ളൊക്കെ ഇൻടേക്ക് നമ്മൾ നന്നാക്കണമെങ്കിൽ നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ നന്നാക്കണം. സ്കൂൾ എഡ്യൂക്കേഷൻ നന്നാക്കുക എന്നുള്ളത് ക്യാപ്സൂൾ രൂപം ഒഴിവാക്കണം. അതുപോലെ പ്രഡിക്റ്റബിലിറ്റി ഇൻ ടെസ്റ്റിംഗ് ഒഴിവാക്കണം. അതായത് ഇൻഫ്ലേറ്റഡ് ഗ്രേഡിങ് ഒഴിവാക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് നല്ല കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അങ്ങോട്ട് അയക്കണം. എല്ലാവരും പാസ്സാക്കുന്നതിൽ പരിഷത്തിൻ്റെ ഇതാണ് എല്ലാവരും പാസ്സാക്കുക. അതിലെനിക്ക് പ്രശ്നമില്ല, എല്ലാവർക്കും പാസ്സായിക്കോട്ടെ, 100% പാസ്സായിക്കോട്ടെ. പക്ഷെ പറയണം ഇവനാണ് 99-കാരൻ, ഇവനാണ് 40%-കാരൻ എന്നുള്ളത്. അവിടെ ഈക്വാലിറ്റി പാടില്ല. ഈക്വാലിറ്റി എല്ലാ സ്ഥലത്തും പറ്റില്ല. എല്ലാവരും പാസ്സാക്കുന്നതിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും പാസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാം. പക്ഷെ വർഗീകരണം എന്നാണ് എൻ്റെ കോളേജ് എഡ്യൂക്കേഷൻ എൻട്രൻസ് വഴി തന്നെ, അല്ലെങ്കിൽ മറ്റത് കറക്റ്റ്. ഈ 2 പോസിബിലിറ്റി. ഒന്നുകിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ആ പ്രോബ്ലം കറക്റ്റ് ചെയ്താൽ നമ്മൾക്ക് ഈ മാർക്കിനെ വിശ്വസിക്കാം, അല്ലെങ്കിൽ എൻട്രൻസ് ബേസ്ഡ് തന്നെ ആയിരിക്കണം. ഇപ്പോൾ റിസൾട്ടിലൊക്കെ എൻട്രൻസ് ബേസ്ഡ് എക്സാമാണ്. അവിടുത്തെ പെർഫോമൻസ് ഈസ് മച്ച് ബെറ്റർ. മറ്റ് പല സ്ഥലങ്ങളും അങ്ങനെയാണ്. ഈ ഒരു എഡ്യൂക്കേഷൻ, ഇന്നത്തെ എഡ്യൂക്കേഷൻ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എൻട്രൻസ് ബേസ്ഡ് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ, ബേസിക് എഡ്യൂക്കേഷൻ മാറ്റണം, അതിൻ്റെ രീതി മാറ്റണം. കീം എൻട്രൻസ്, കീം പരീക്ഷ ഉണ്ടല്ലോ, എഞ്ചിനീയറിംഗിനുള്ള പരീക്ഷ, അത് എൻട്രൻസ് വഴി എന്തുകൊണ്ടാണ് എടുക്കാതെ? എൻട്രൻസിൽ 50% വെയിറ്റേജ് ചേർന്നു, പിന്നെ 50% ആക്ച്വൽ മാർക്കാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് ഈ ബേസിക് മാർക്ക് അവിടെ ആഡ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ റീസൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. ആ ഒരു സ്ഥിതി വരുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ സിസ്റ്റം ഇവിടെ പ്രോപ്പറാണ്. ഇക്വിറ്റി എൻഷുർ ചെയ്യണം. എല്ലാവർക്കും ആക്സസിബിളായ കോച്ചിങ് സെന്റർ, ഗവൺമെന്റ് എയ്ഡഡ് കോച്ചിങ് സെന്റർ, അല്ലെങ്കിൽ ഗവൺമെന്റ് വഴി. ഇപ്പം എല്ലാം ഓൺലൈനായി മതിയല്ലോ. ഇപ്പോൾ ചിലവൊക്കെ കുറവാണ് ഇങ്ങനെയുള്ള ഈ ടീച്ചിങ്ങിനും കോച്ചിങ്ങിനും. കോവിഡ് കാലത്ത് നമ്മൾ പഠിച്ചതാണ്, കുറേ മാഷന്മാരുടെ ആവശ്യമില്ല. വിജയ ശതമാനം നോക്കിയാൽ കോവിഡ് കാലത്തായിരുന്നു ഏറ്റവും കൂടുതൽ വിജയിച്ചത്, ഇൻ ടേംസ് ഓഫ് നമ്പർ ആൻഡ് ഇൻ ടേംസ് ഓഫ് A+. അതിന്റെ മീനിങ് എന്താ? മാഷന്മാരെ ആവശ്യമില്ല. പക്ഷെ അത് ടു ഇൻഫ്ലേറ്റഡ് ആയി.
അതല്ല ഞാൻ പറയുന്നതല്ല, അതൊരു സർക്കാസ്റ്റിക്കായി പറയുന്നതാണെങ്കിലും നമ്മൾക്ക് വലിയ ചെലവില്ലാതെ എല്ലാവർക്കും കോച്ചിങ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇന്നത്തെ സിസ്റ്റത്തിൽ. അപ്പോൾ ഇക്വിറ്റി ഒക്കെ എൻഷുർ ചെയ്യാം, അതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നത്. കരിക്കുലം ഓവർഹോൾ ചെയ്യണം, അതായത് മാറ്റേണ്ടത് റിസർച്ച് ഓറിയന്റഡായിരിക്കണം. കമ്പാർട്ട്മെന്റലൈസേഷൻ നമുക്ക് ഇപ്പോഴും വളരെ കൂടുതലാണ്. ഇപ്പോൾ ബോട്ടണിയും സുവോളജിയും പഠിക്കുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ലോകത്തിൽ മറ്റുള്ള സ്ഥലത്തും മറ്റുള്ള സയൻസും കെമിസ്ട്രി ബയോളജി കൂടി കെമിക്കൽ ബയോളജി, അതുപോലെ മെറ്റീരിയൽ സയൻസ്, മാത്തമാറ്റിക്കൽ ബയോളജി, ഇങ്ങനെയുള്ള മെർജിങ് ആണ്. നമ്മളിവിടെ ഇപ്പോഴും ബയോളജിയെ പഠിപ്പിക്കുന്നത് പ്ലാന്റ് സയൻസ്, അനിമൽ സയൻസ്, അത് ഇവിടെ മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഡിവിഷൻ മെത്തേഡ് ഇത് പണ്ട് ചെയ്താണ്, എല്ലാ സ്ഥലത്തും ചെയ്തത്. ഇപ്പോഴും ഇവിടെ ഇതില്ല. ഇപ്പോഴും ബയോളജിക്കൽ സയൻസ് മാത്രമേ ഉള്ളൂ. അത് തന്നെ മെർജ് ചെയ്ത് ഇപ്പോൾ കെമിസ്ട്രി മെർജ് ചെയ്തിട്ട് നമ്മൾക്ക് ഒരു 10 വർഷം കഴിഞ്ഞ് എന്താണ് ഉണ്ടാവുന്നത് പറയും. അങ്ങനെയുള്ള ഒരു ഇന്റർ ഡിസിപ്ലിനറി യുഗത്തിൽ ജീവിക്കുമ്പോഴേ നമ്മൾ ഈ ഡിവിഷൻ ശരിയല്ല. അതുപോലെ ഞാൻ പറഞ്ഞത് ഇന്റർ ഡിസിപ്ലിനറി പോകുന്നു. ഈവണറ്റ് കോളേജ് കണ്ടംപററി കോഴ്സായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഇതൊക്കെ നമ്മൾ യൂണിവേഴ്സിറ്റി അതിനൊക്കെ ഒരുപാട് കുട്ടികളുണ്ട്. അതൊക്കെ BSc കോഴ്സുകളാണ്, പോസിബിളി BSc കോഴ്സുകളാണ്. നമ്മൾ കുട്ടികളെ ഇവിടെ റിട്ടേൺ ചെയ്യാൻ പറ്റും. നമ്മൾക്ക് കുട്ടികളെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് യൂസ് ചെയ്യാതിരിക്കുന്ന ഒരു ഓപ്ഷൻ ഇങ്ങനെയുള്ള പുതിയ കോഴ്സുകളൊക്കെ കൊണ്ടുവരികയാണ്. പ്രോജക്റ്റ് മസ്റ്റ് ആയിരിക്കണം, അത് ക്രെഡിറ്റഡ് ആയിരിക്കണം, അത് സീരിയസ് ആയിരിക്കണം. ഈവണത്തെ BSc വെറുതെ നെയിം സേക്കിന് 15 ക്രെഡിറ്റോ അല്ലെങ്കിൽ 9 ക്രെഡിറ്റോ കൊടുത്ത് ഒരു സ്ഥലത്ത് ജസ്റ്റ് പോയി 2 ആഴ്ച കൊണ്ട് നിൽക്കുന്നതല്ല. റിസർച്ച് ചെയ്യുന്ന കുട്ടികൾ പല ഇൻഡേഴ്സിൽ പോയി, പിന്നെ കോളേജിൽ തന്നെ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യണം. എല്ലാ ടീച്ചർമാരോടും റിസർച്ച് ചെയ്യാൻ നമ്മൾ ഡിമാൻഡ് ചെയ്യണം. ഹൈലി പെയ്ഡ് ജോബാണ് ഒരു കോളേജ് കോളേജ് ലെക്ചർ. ഈ 15 മണിക്കൂർ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും, അത് മതിയോ? പോരാ. ദേ ഹാവ് ടു ഡു സംതിങ് ഫോർ ദ സൊസൈറ്റി. അതായത് സൊസൈറ്റിക്ക് വേണ്ടി റിസർച്ച് എല്ലാ സൊസൈറ്റിയിലും കിട്ടുന്നത്. അറ്റ്ലീസ്റ്റ് 1% വന്നാൽ തന്നെ വലിയ കാര്യം. എല്ലാ കോളേജിലും റിസർച്ച് സ്റ്റാഫ്. പൈസയ്ക്ക് നമ്മൾക്ക് പ്രോപ്പറായ ഐഡിയ ഉണ്ടെങ്കിൽ പൈസയ്ക്ക് കിട്ടും, റിസർച്ചിന് പൈസയ്ക്ക് കിട്ടും. ഞാൻ ലാസ്റ്റ് ടൈം സ്റ്റാർട്ട് ഈ റിവൈസ് സിലബസ് ചെയ്യുമ്പോഴേ, അതായത് നമ്മൾ ഞാനൊക്കെ പണ്ട് ചെയ്യുന്ന സാൾട്ടാണ് സോഡിയം ക്ലോറൈഡ്, അതിൽ സോഡിയം ഉണ്ട്, ക്ലോറൈഡ്, അതാണ് ഇന്നും ചെയ്യുന്നത്. അങ്ങനെയല്ല വരുന്നത് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ 2 ഓർഗാനിക് ഫിഷ്, 2 ഓർഗാനിക് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം. സെപ്പറേറ്റ് ടാസ്ക്കാണ്. ഞാൻ കെമിസ്ട്രി മാത്രമാണ് പറയുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അറിയുന്നത്. ഫിസിക്സിലും ഇതുപോലെ തന്നെ, അല്ലെങ്കിൽ ബയോളജിയിലും പണ്ട് തന്നെ ചെയ്ത അതേ എക്സ്പെരിമെൻ്റാണ് ചെയ്തത്. അത് റെലവൻ്റായ കുറേ കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ സ്പൈസ് എക്സ്ട്രാക്ട്, നമ്മൾക്ക് ഒരുപാട് സ്പൈസുകൾ അല്ലെ, ഇഞ്ചി, കുരുമുളക്, മറ്റു പല മഞ്ഞൾ, ഇങ്ങനെ പല സ്പൈസുകൾ. ആ സ്പൈസിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്നതൊരു പ്രാക്ടിക്കലാണ്. അത് വെച്ചുള്ള ഒരു സിന്തൈറ്റ് എന്നുള്ളൊരു കമ്പനിയുണ്ട് കൊച്ചിയിൽ, വളരെ ഫ്ലറിഷ് ചെയ്തൊരു കമ്പനിയാണ്. അവർക്കൊക്കെ വേണ്ടത് ഇങ്ങനെയുള്ള കുട്ടികളെയാണ്, അല്ലാതെ സാൾട്ട് അനാലിസിസ് ചെയ്ത കുട്ടികളാണ്. ഇതേ ടെക്നിക്കാണ് അവിടെയും പറയുന്നത്. സാൾട്ട് അനാലിസിസ് നമുക്ക് ചെയ്യാം. നമ്മൾ കർഷകന്റെ മണ്ണ് ടെസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ വേറെ തന്നെ വീട്ടിലുള്ള വെള്ളത്തിൽ ആർസനിക് ഉണ്ടോ നോക്കാൻ വേണ്ടി ആർസനിക് വെള്ളം കുട്ടികൾ ലാബിൽ ടെസ്റ്റ് ചെയ്യണം. സ്കൂളിൽ കോളേജിൽ ടീച്ചർ അല്ലാതെ മിക്സ് ചെയ്ത് സോഡിയം ക്ലോറൈഡോ മിക്സ് ചെയ്യുമ്പോൾ പൊട്ടാഷ്യം ക്ലോറൈഡോ എല്ലാം റിലവൻ്റായ പ്രാക്ടിക്കൽസ് മാറ്റും. അങ്ങനെയാണ് ജോലി സാധ്യതയും. UG ലാബ്സ് അപ്ഗ്രേഡ് ചെയ്യണം. അതായത് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടൊക്കെ ഉണ്ട്. UG ലാബൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷേ UG ലാബ് മാറിയതെന്ന് മാത്രമേ, ലാബിൽ ചെയ്ത പണിയും മാറണം. അവിടെ റിസർച്ച് നടക്കണം, എല്ലാവരും കൊണ്ട് റിസർച്ച് ചെയ്തിരിക്കണം. ഡിഗ്രി റിക്വയർമെൻ്റ് ആയിരുന്നു UG റിസർച്ച്, അണ്ടർ ഗ്രാജുവേറ്റ് റിസർച്ച് ഡിഗ്രി റിക്വയർമെൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഐസറും മറ്റു പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും അങ്ങനെ ചെയ്യുന്നു, ഇവൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. കരിയർ സെൽസ്, അതായത് പ്ലേസ്മെന്റ് സെൽസ് ഓരോ സ്കൂളുകളിലും ഉണ്ട്. പക്ഷേ സ്കൂളിൽ നിന്ന് കോളേജുകളിൽ, പക്ഷെ അത് ലേറ്ററാണ്. നമ്മുടെ
കുട്ടികളതിന് പാകപ്പെടുത്തിയ ശേഷം നമ്മൾക്ക് ഇങ്ങനെയുള്ള കരിയർസുകളൊക്കെ കൊടുത്താൽ നമുക്ക് ജോബ് കിട്ടും, അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കുട്ടികളെ അട്രാക്ട് ചെയ്തും നിലനിർത്താനും പറ്റുമല്ലോ എന്നുള്ളതാണ് ആ ഒരു ഫീൽഡ്. ഇതുപോലുള്ള ഞാൻ ഇതിലേക്ക് ഈ ഒരു എക്സാമ്പിൾ ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു 4 കേരളത്തിൽ കൊടുക്കും. ഒന്ന് കൊച്ചി ഭാഗത്ത്, സെൻട്രൽ കേരളം, ഒന്ന് കാസർഗോഡ് കണ്ണൂർ ഭാഗത്ത്, 4 എന്നിട്ട് അവിടെ ഒരു റിസർച്ച് ഹോസ്റ്റലുണ്ട്. റിസർച്ച് ഹോസ്റ്റൽ എന്ന് വെച്ചാൽ ഏത് കോളേജിലുള്ള കുട്ടിക്കും അല്ലെങ്കിൽ അധ്യാപകനും വന്നിട്ട് അവിടെ താമസിക്കാം, റിസർച്ച് ചെയ്യാം, എന്തെങ്കിലും എക്യുപ്മെന്റ് കോംപ്ലിമെന്ററി എക്സ്പെൻസ്. ഇപ്പോൾ വിമൻസ് കോളേജിലുള്ള അതേ എക്യുപ്മെന്റ് മറ്റെടുത്തും വേണ്ട, കോംപ്ലിമെന്ററായി അവിടെ ഇല്ലാത്ത എക്യുപ്മെന്റ് മറ്റു സ്ഥലത്തുള്ള മറ്റു സ്ഥലത്ത് വരുന്നത്. കേരളത്തിൽ എല്ലാത്തിലും കൂടി ഒരു ഫുള്ളി റിസർച്ച് ലാബ് ഉണ്ടായിരിക്കണം, നല്ല റിസർച്ച് ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം, നല്ല നമ്പർ വേണം, നല്ല ക്വാളിറ്റി വേണം. കുട്ടികൾക്ക് അവിടെ വന്ന് താമസിക്കാൻ അല്ലെങ്കിൽ റിസർച്ചിൻ്റെ അവിടെ താമസിച്ച് അവരുടെ എക്സ്പെരിമെന്റ് ചെയ്ത് തിരിച്ചു പോകാനുള്ള അവസ്ഥ. എല്ലാ കോളേജും നമ്മൾക്ക് സുപ്രഭാതത്തിൽ ഏത് ഗവൺമെന്റിനും മാറ്റാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഈ 4 തുടങ്ങാൻ പറ്റും എന്നുള്ളത് ഈസി ആയ സൊല്യൂഷനാണ്. എന്നിട്ട് നമ്മൾ ഓരോ അധ്യാപകരോടും അല്ലെങ്കിൽ ഓരോ റിസർച്ചർക്കും ഹൈ ക്വാളിറ്റി റിസർച്ച് ചെയ്യാൻ പറ്റണം, പറയണം എന്നുള്ളതാണ്. ഇതാണ് ഒരു പോസിബിൾ സൊല്യൂഷൻ. റിസർച്ച് ഒരു എക്സെപ്ഷണൽ എക്സ്പെക്ടേഷൻ ആയിരിക്കും, ഗവൺമെന്റിന്റെ എക്സ്പെക്ടേഷൻ ആയിരിക്കും. ഓരോ ഫാക്കൽറ്റി, ഓരോ അധ്യാപകന്റെയും നിന്നുള്ള എക്സ്പെക്ടേഷൻ ആയിരിക്കും റിസർച്ച്. അദ്ദേഹം റിസർച്ച് ചെയ്തേ മതിയാവും. അദ്ദേഹത്തിന്റെ ഇൻക്രിമെന്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ എല്ലാം റിസർച്ച് ഡിപ്പെൻഡന്റ് ആയിരിക്കും. ജസ്റ്റ് ടീച്ചിങ് മാത്രം പോരാ, റിസർച്ച് കൂടി ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ നിഷ്കർഷിക്കുന്നു. നല്ല സപ്പോർട്ട് കൊടുക്കണം. ഗവൺമെന്റ് ഉറപ്പായിട്ടും സ്റ്റാർട്ടപ്പ് ഗ്രാൻഡ് കൊടുക്കണം. പൈസ ആവശ്യം, പൈസയുള്ള പരിപാടിയാണ് റിസർച്ച് എന്നുള്ളത്. എന്നാലേ പൈസ വരുള്ളൂ, പൈസ ഇറങ്ങിയാലേ പൈസ വരുള്ളൂ. അപ്പോൾ അത് ചെയ്യണം, സ്റ്റാർട്ടപ്പ് ഗ്രാൻഡ് കൊടുക്കണം. പിന്നെ ഇപ്പോഴും ഈ സെബാറ്റിക്കൽ ലീവ് ഗവൺമെന്റ് കൊടുക്കാറില്ല എന്നുള്ളത് അതൊരു പ്രശ്നമാണ്. സെബാറ്റിക്കൽ ലീവ് കൊടുക്കും. സെബാറ്റിക്കൽ ലീവ് എന്ന് വെച്ചാൽ ഒരു റിസർച്ചറിന് മറ്റുള്ള രാജ്യത്ത് പോയി 1 വർഷം താമസിക്കാനും അവിടുന്ന് പുതിയ ടെക്നിക്കുകൾ പഠിച്ചെടുക്കാനും കൊളാബറേഷൻ നടത്താനുള്ളൊരു പോസിബിലിറ്റിയാണ്. ഇപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 5 വർഷം റെസിഡന്റ് പീരീഡ് കഴിഞ്ഞ ശേഷം, അതായത് ജോലി കിട്ടിയ 5 വർഷം കഴിഞ്ഞ ശേഷം പോസ്റ്റ് ഡോക്കിന് പോകും. 3 വർഷം പോസ്റ്റ് ഡോക്കിന് പോകും. അതൊരു കാര്യമില്ല. ഈ 5 വർഷം കഴിഞ്ഞിട്ട് ഇവൻ പോസ്റ്റ് ഡോക്കിന് പോകാൻ വേണ്ടി റെഡി ആയിരിക്കില്ല. അതെല്ലാം മറന്നതാണ്. ആരും എടുക്കുകയും ചെയ്യില്ല ഇത്രയും വയസ്സായതിന് പോസ്റ്റ് ഡോക്ക്. അതല്ല വേണ്ടത്. പോസ്റ്റ് ഡോക്കിന് പകരം ഈ സെബാറ്റിക്കൽ ലീവ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അങ്ങനെയാകുമ്പോൾ കൊളാബറേഷൻ, ഫോറിൻ യൂണിവേഴ്സിറ്റി കൊളാബറേഷനോ അവരോട് ആൾക്കാർ ഇങ്ങോട്ട് വരും, അതിന് മ്യൂസിക്കൽ എക്സ്ചേഞ്ച് നടത്തും, ഐഡിയാസ് ആൻഡ് റിസർച്ച്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ലിങ്ക് പ്രൊമോഷൻ ആൻഡ് ഇൻക്രിമെന്റ്സ് ടു റിസർച്ച് ഔട്ട്. പിന്നെ ഡിഫറെൻറ്റ്, ഇപ്പോൾ ടീച്ചിങ് മാത്രം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേറൊരു ട്രാക്ക്, സ്ലോ ട്രാക്ക് ആയിരിക്കും, പ്രൊമോഷൻ ട്രാക്കൊക്കെ വളരെ സ്ലോ ആയിരിക്കും. റിസർച്ച് ചെയ്യുന്നവർക്ക് കൂടുതൽ പ്രൊമോട്ട് ചെയ്യും. എന്നാൽ മാത്രമേ അവർക്കൊരു ഏർജ് ഉണ്ടാവില്ല. ഈ വിമൻസ് കോളേജിലുള്ള എൻ്റെ ഫ്രണ്ട്, നിങ്ങളുടെ ശാസ്ത്ര കൃഷ്ണൻ്റെ ഭാരവാഹിയായ രതീഷ് കൃഷ്ണൻ മുതലും കുറച്ച് ആൾക്കാരാണ് ചെയ്തിരിക്കുന്നത്. എന്ത് ഒരു ഇൻസെൻറ്റീവും ഇല്ല റിസർച്ച് ചെയ്യുന്നതുകൊണ്ട്, പബ്ലിഷ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഇൻസെൻറ്റീവും ഇല്ല. സാധാരണ എല്ലാ ടീച്ചറെ പോലെയുള്ള ഒരു സാലറി മാത്രമേ, ഒരു പ്രൊമോഷൻ മാത്രമൊന്നും ഇല്ല. ഞാൻ ഒരാൾക്ക് വേണ്ടി പറയുന്നില്ല, സിസ്റ്റത്തിന് വേണ്ടി പറയുന്നു. ആ ഒരു ഡിഫറെൻറ്റ് ട്രാക്ക് തന്നെ ഉണ്ടായിരുന്നു. റിസർച്ച് ചെയ്യുന്നവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്തേ പറ്റും. അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക, ബെറ്റർ ട്രാക്ക്, ഫാസ്റ്റ് ട്രാക്ക് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളിതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് സമയം അതിക്രമിച്ചു വരുമ്പോൾ ഇതാണ് എൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയുന്നത്. നമ്മുടെ ഫൗണ്ടേഷനിലുള്ള പ്രശ്നം നെറ്റ് വർക്ക് നമ്മൾ സ്ട്രോങ് ആയിരിക്കണം, അടിത്തറ സ്ട്രോങ് ആക്കണം. അത് സ്കൂൾ എഡ്യൂക്കേഷൻ, +2 എഡ്യൂക്കേഷൻ സ്ട്രോങ് ആക്കിയാൽ മാത്രമേ നമ്മൾക്ക് മുകളിലേക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഈ കൊഴിഞ്ഞു പോക്ക്, സയൻസിൽ നിന്നുള്ള കൊഴിഞ്ഞു പോക്ക് നമുക്ക് നിർത്താൻ പറ്റും. ആ കൊഴിഞ്ഞു പോക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അതൊരു വലിയൊരു വാർണിംഗ് സിഗ്നൽ തന്നെയാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർണിംഗ് സിഗ്നലാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. എത്രയും പെട്ടെന്ന് ആക്ട് ചെയ്തില്ലെങ്കിൽ ഇത് റിസൾട്ട് ഉണ്ടായിരിക്കും. അട്രാക്റ്റീവ് കരിക്കുലം ഞാൻ ഓൾറെഡി പറഞ്ഞു, നല്ലൊരു കരിക്കുലം മാറ്റുക,
അട്രാക്റ്റീവ് ആക്കി അത് ഇൻഡസ്ട്രി ആയിട്ട് ലിങ്ക് ചെയ്യുക, ജോബ് പോസിബിലിറ്റീസ് എന്നത് കാണിച്ചു കൊടുക്കുക. സ്റ്റേറ്റ് ഫണ്ടഡ് നമ്മുടെ സ്റ്റേറ്റിൻ്റെ പ്രോബ്ലംസ് എടുക്കുക. അതായത് നമ്മൾ വേസ്റ്റ് ഡിസ്പോസൽ, വേസ്റ്റിനെ എങ്ങനെ നമുക്ക് വാല്യൂ ആയിട്ട് പ്രൊഡക്റ്റ് ആക്കി മാറ്റാം, അങ്ങനെയുള്ള റിസർച്ചൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ പല ജലാശയങ്ങളിലും ഉപയോഗിക്കുന്ന വാട്ടർ ഹയാസിസ് എന്ന് പറയുന്ന ഒരു വീട്, അത് ബേസിക്കലി ഗ്ലൂക്കോസാണ്, സെല്ലുലോസാണ്. സെല്ലുലോസ് പറഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ മുകളിലാണ്. അത് നമ്മൾക്ക് ബയോ എത്തനോൾ ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു ഫംഗൽ സ്ട്രെയിൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ചെറിയ റിസർച്ചാണ് അത് ചെയ്ത് അങ്ങനെയുള്ള പോസിബിലിറ്റി വേസ്റ്റ് നമ്മുടെ മണിയാക്കി മാറ്റാം എന്നുള്ളത്. അങ്ങനെയുള്ള റിസർച്ച് അല്ലെങ്കിൽ നമ്മുടെ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ്, ഓൾ കൈൻഡ്സ് ഓഫ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഇൻക്ലൂഡിങ് വെള്ളം, അതിനൊക്കെ വാല്യൂ പ്രോഡക്റ്റിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതൊക്കെ ചെയ്യാം. അതൊക്കെ സ്റ്റേറ്റ് ഫണ്ടഡ് ഓരോരോ വിഷൻ ഓറിയന്റഡ് പ്രോജക്ട്സ് ആയിട്ട് ഓരോ കോളേജിൽ കൊടുക്കുക. എല്ലാം സക്സസ് ആവണമെന്നില്ല, അത് എക്സ്പെക്ട് ചെയ്യേണ്ടതില്ല. പക്ഷേ ഈവൻ 10% സക്സസ് ആയി തന്നെ ബെറ്റർ. മൾട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്റർ ഡിസിപ്ലിനറി ടീം ഉണ്ടായിരിക്കണം. ഒരു കോളേജിൽ മാത്രം ടീമായിരിക്കില്ല, മൾട്ടി ഇൻസ്റ്റിറ്റ്യൂഷനിലാവും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ മെട്രിക്സ് തീരുമാനിക്കണം. നമ്മുടെ നമ്പർ പേപ്പേഴ്സ് കൊണ്ടോ വിജയ ശതമാനം കൊണ്ടുമല്ല, എന്താണ് നമ്മുടെ റിസർച്ച് ഔട്ട്പുട്ട്, എന്താണ് നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്ന സയൻസിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളത് വെച്ചിട്ടായിരിക്കണം നമ്മുടെ മെട്രിക്സ് കാണുന്നത്. ഇങ്ങനെ പിന്നെ ബ്രെയിൻ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ബ്രെയിൻ ഗെയിമിൻ്റെ സമയമാണ് ഇപ്പോൾ. എന്ത് ചെയ്യാൻ ഒരുപാട് മലയാളികൾ പല സ്ഥലത്തും, ലോകത്തിൻ്റെ പല സ്ഥലത്തും നല്ല രീതിയിൽ റിസർച്ച് ചെയ്യുന്നുണ്ട്, പല കൺട്രീസിലും. അവരെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ ഓരോ കോളേജിലും ഓരോ മെൻറ്ററാക്കി മാറ്റാം. എല്ലാവരും ഇൻട്രസ്റ്റഡും ആയിരിക്കും. കേരളത്തിനെ സഹായിക്കാൻ വേണ്ടി കേരളക്കാരുണ്ടാകുന്നത് കുറച്ചെങ്കിലും ഒരു ബഹുഭൂരിപക്ഷം ഓരോ കോളേജിലും ഒരു മെൻറ്റർ ഉണ്ടാക്കി. അങ്ങനെ ആകുമ്പോൾ ലെവൽ കൂടുന്നുള്ളത്. അദ്ദേഹവും ഇവിടെ വന്ന് ഇൻറ്ററാക്ട് ചെയ്യും, കുട്ടികൾക്ക് എക്സ്പോഷർ ഉണ്ടാവും, റിസർച്ചേഴ്സിന് എക്സ്പോഷർ ഉണ്ടാവും, മ്യൂച്വൽ എക്സ്ചേഞ്ച് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് ഒരു പോസിബിലിറ്റിയാണ്. ഗ്ലോബൽ അതായത് ഡയസ്പൊറ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ കോളേജുകളിലെ പറ്റും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ഓൾ ഫോർ യുവർ ടൈം.